أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ഈ ലോകം സൃഷ്ടിച്ചു പരിപാലിക്കുന്ന സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനാ നിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും സൂക്ഷിച്ചുകൊണ്ട് തഖ്വയുള്ളവരായി മാറണമേ എന്ന് എന്നോടെന്നതുപോലെ നിങ്ങൾ ഓരോരുത്തരോടും വസിയ്യത്ത് ചെയ്യുകയാണ്, അഥവാ ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനാ നിർദ്ദേശങ്ങൾ അനുസരിച്ചുകൊണ്ടും അന്തിമ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുസുന്നത്ത് ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് ജീവിക്കുന്ന യഥാർത്ഥ മുത്തക്കികളുടെ, മുവഹിദുകളുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അന്തിമ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കണമെന്നും ആ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം നമ്മൾ പഠിക്കണമെന്നും ആ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിങ്ങൾക്ക് ഉത്തമമായ മാതൃകകളുണ്ട് എന്നൊക്കെ അള്ളാഹുവിൻ്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും വിശുദ്ധ ഖുർആനും നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ പ്രവാചകനെ എങ്ങനെ സ്നേഹിച്ചു സ്വഹാബാക്കൾ എന്നും ഇന്നിൻ്റെ കാലഘട്ടത്തിൽ അള്ളാഹുവിൻ്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മുടെ കൂട്ടത്തിൽ ഇല്ല, അവിടെ പ്രവാചകനെ എങ്ങനെ നമ്മൾ സ്നേഹിക്കണം എന്നുള്ളതിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ സൂചിപ്പിച്ചു വന്നിട്ടുള്ളത്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ഒട്ടേറെ കാര്യങ്ങൾ അറിയേണ്ടതുണ്ട് എന്ന് നമ്മൾ സൂചിപ്പിച്ചു വന്നിരുന്നു കഴിഞ്ഞ വെള്ളിയാഴ്ച. ആ കൂട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് കേൾക്കുമ്പോൾ സ്വലാത്ത് ചൊല്ലുക എന്നുള്ളത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അത് ഏറ്റവും പ്രാധാന്യത്തോടു കൂടി അത് നിർവഹിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് വിശുദ്ധ ഖുർആനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളൊക്കെ എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയുന്നത്. പരലോകത്തേക്കുള്ള വിഭവം സ്വരൂപിക്കുകയാണ് വിശ്വാസിയുടെ ഈ ദുനിയാവ് എന്നുള്ളത്. പരലോകത്തേക്ക് എന്തൊക്കെ കാര്യങ്ങൾ വേണോ അതിൻ്റെ വിഭവങ്ങളൊക്കെ ഒരുക്കി കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ആ പരലോകത്ത് രക്ഷപ്പെടണം, അള്ളാഹുവിൻ്റെ വിചാരണക്ക് രക്ഷപ്പെട്ടുകൊണ്ട് സ്വർഗം ലഭിക്കണമെന്നുള്ള ആ ചിന്തയോടുകൂടി ദുനിയാവിൽ അവൻ ഓരോ വിഭവങ്ങളെ അവൻ ഒരുക്കിക്കൊണ്ടിരിക്കുക. നിസാരമാണ് എന്ന് തോന്നിക്കാവുന്ന കർമ്മങ്ങളിലെല്ലാം വലിയ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുണ്ട് എന്നും ഹദീസുകൾ എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. പരലോക വിജയം എത്തിപ്പെടാവുന്ന ഒരുപാട് ദിക്ർ ദുആകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ കൂട്ടത്തിൽ ഒന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേലിലുള്ള സ്വലാത്ത് എന്നുള്ളത്. സ്വലാത്തിനെ കുറിച്ച് നമ്മൾ പലപ്പോഴും വിമർശിക്കാറാണുള്ളത്. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ആ സ്വലാത്ത് എത്രമാത്രം ഉണ്ട്, എത്രമാത്രം പ്രവാചകന്റെ പേരിൽ നമ്മൾ സ്വലാത്ത് ചെല്ലാറുണ്ട് എന്ന് നമ്മളൊന്ന് പരിശോധിക്കണം. ഇന്ന് വെള്ളിയാഴ്ച ദിവസമാണ്. വെള്ളിയാഴ്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക്
സ്വലാത്ത് വർദ്ധിപ്പിക്കുക എന്നുള്ളത് ശ്രേഷ്ഠകരമായ കാര്യമായി കൊണ്ടാണ് ഹദീസുകളും നമുക്ക് വളരെ കൃത്യമായി കൊണ്ട് പഠിപ്പിച്ചു തരുന്നത്. എന്താണ് സ്വലാത്ത് എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ പഠിച്ചതുപോലെ ആ സ്വലാത്തിൻ്റെ രൂപം എങ്ങനെയാണ്, ചൊല്ലേണ്ട സമയം, ചൊല്ലിയാലുള്ള നേട്ടങ്ങൾ എന്തൊക്കെ, ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ അറിയും. ഒരു കാര്യം ചെയ്യുമ്പോൾ ആ കാര്യത്തിൻ്റെ നേട്ടങ്ങൾ എന്താണ് എന്ന് നമ്മൾ തിരിച്ചറിയുമ്പോൾ ആ കർമ്മത്തെ അല്ലെങ്കിൽ ആ കാര്യത്തെ നമ്മൾ ഒന്നുകൂടി ആത്മാർത്ഥമായിക്കൊണ്ട് കണിശതയോടുകൂടി നിർവഹിക്കുമെന്നുള്ളതാണ്. നമസ്കരിക്കുന്ന നമ്മൾ നമസ്കാരം കൊണ്ട് എന്തൊക്കെ നേട്ടങ്ങളുണ്ട് എന്നുള്ള തിരിച്ചറിവുണ്ടാകുമോ ആ നമസ്കാരത്തിൽ കൂടുതൽ ഖുശൂഉം അതുപോലെ തന്നെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ലഭിക്കുമെന്നുള്ളതാണ്. അങ്ങനെ ഓരോ കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോഴും അതിൻ്റെ നേട്ടങ്ങളും അതിൻ്റെ പ്രതിഫലങ്ങളും നമ്മൾ തിരിച്ചറിയണമെന്നുള്ളതാണ് ഇസ്ലാമിലെ ഓരോ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ഒരു വിശ്വാസി ശ്രദ്ധിക്കേണ്ടത്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുക. സ്വലാത്ത് എന്ന പദത്തിന് അർത്ഥം അനുഗ്രഹം, ആശീർവാദം, പ്രാർത്ഥന എന്നൊക്കെയാണ്. അതിലെ അർത്ഥമെടുത്ത് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ പറ്റുക. വിശുദ്ധ ഖുർആൻ ഞാൻ തുടക്കത്തിൽ ഓതി വെച്ച ആയത്ത് 33-ാമത്തെ അധ്യായം സൂറത്ത് അഹ്സാബിലെ 56-ാമത്തെ ആയത്തിൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ഇപ്രകാരമാണ്: ഇന്നല്ലാഹ വ മലായികതുഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനു സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമ. നിശ്ചയമായും അല്ലാഹുവും അവന്റെ മലക്കുകളും നബിയുടെ മേൽ അനുഗ്രഹം നേർന്നിരിക്കുന്നു, അഥവാ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുന്നു. എന്നിട്ട് ഖുർആൻ പറയും യാ അയ്യുഹല്ലദീന ആമനു, ഏ വിശ്വസിച്ചവരെ, സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമ, നിങ്ങളും അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേലിൽ നിങ്ങൾ അനുഗ്രഹം നേർന്നുകൊണ്ടേയിരിക്കുക. അത് നിങ്ങൾ എന്ത് ചെയ്യുക, ആവർത്തിച്ചു കൊണ്ടേയിരിക്കുക. ശരിയായ വണ്ണം ശാന്തി നേരുകയും ചെയ്യുക എന്ന ഖുർആനിന്റെ കൽപ്പന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. വിശ്വാസികളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കുകയാണ് യാ അയ്യുഹല്ലദീന ആമനു സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമ. നിങ്ങളുടെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബിയുടെ പേര് കേൾക്കുമ്പോൾ ഒരിക്കലും നമ്മൾ പിശുക്കന്മാരാകരുത്. സ്വലാത്ത് ചെല്ലാത്തവൻ പിശുക്കന എന്ന പ്രവാചകൻ പറഞ്ഞത്. പ്രവാചകന്റെ പേര് കേൾക്കുമ്പോൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചുരുങ്ങിയതെങ്കിലും നമ്മൾ ചെല്ലാൻ, ആത്മാർത്ഥമായി ചെല്ലാൻ, പ്രവാചകന് വേണ്ടി അനുഗ്രഹം കിട്ടുവാൻ വേണ്ടി പ്രാർത്ഥിക്കണം എന്നുള്ളതാണ് വിശുദ്ധ ഖുർആനും നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത്, പഠിപ്പിച്ചു തരുന്നത്. അല്ലാഹു സ്വലാത്ത് ചെല്ലുന്നു എന്ന് പറഞ്ഞാൽ നബിയെ കുറിച്ച്, മലക്കുകളോട്, പ്രവാചകനെ കുറിച്ച് പ്രശംസിച്ച് പറയുന്നു എന്നാണ് ഈ ആയത്തിൽ പറഞ്ഞതുപോലെ. മലക്കുകൾ സ്വലാത്ത് ചൊല്ലുന്നു എന്ന് പറഞ്ഞാൽ നബിക്ക് വേണ്ടി പ്രശംസകൾ വർദ്ധിപ്പിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്നാണ്. അത് വിശ്വാസികളോടും അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്രകാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുക, പ്രാർത്ഥിക്കുക എന്നുള്ളത് ഖുർആനിന്റെ ആഹ്വാനമായി കൊണ്ട് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുമ്പോൾ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ എന്ന് തുടങ്ങുന്ന ഓരോ ഖുത്ബയുടെ തുടക്കത്തിലും ഓരോ നമസ്കാരത്തിലും ഇങ്ങനെ നമ്മുടെ വിവിധങ്ങളായ ഘട്ടങ്ങളിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്ത് നമ്മൾ വർദ്ധിപ്പിച്ചു കൊണ്ടേയിരിക്കുന്നവരാ. ഹദീസ് ഗ്രന്ഥങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ 7ഓളം രൂപങ്ങൾ സ്വലാത്തിന്റെ വന്നിട്ടുണ്ട്. 7 രൂപങ്ങൾ വന്നിട്ടുണ്ട്. വ്യത്യസ്ത രൂപത്തിലായിക്കൊണ്ട് ചെറിയ ചെറിയ വ്യത്യാസത്തോടു കൂടി 7ഓളം രൂപങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്തിന്റെ രൂപം വന്നിട്ടുണ്ട്. എന്താണ് അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ എന്ന് പറഞ്ഞാൽ, അല്ലാഹുവേ മുഹമ്മദ് നബിയെ മലക്കുകൾക്കിടയിൽ നീ വാഴ്ത്തേണമേ, ഉയർത്തേണമേ, അനുഗ്രഹം ചൊരിയണമേ, ശാന്തി നൽകണമേ എന്നുള്ള ആ പ്രാർത്ഥന, ആ സ്വലാത്ത് ഒരു വിശ്വാസിയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ ചൊല്ലുവാൻ വേണ്ടി വിശുദ്ധ ഖുർആനിന്റെ കൽപ്പനയാണ്. വിശ്വാസിനികളെ നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമുക്കൊക്കെ അറിയാവുന്ന സ്വലാത്താണ് ഇബ്രാഹിമിയ സ്വലാത്ത്. നമസ്കാരത്തിലൊക്കെ നമ്മൾ ചൊല്ലും, ഇടയിലുള്ള ഇരുത്തത്തിലും അതുപോലെ തന്നെ ഏറ്റവും അവസാനത്തെ ഇരുത്തത്തിലും. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ ബാരക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ
ഇന്നക ഹമീദും മജീദ്. ഇതൊക്കെ നമ്മൾ മനഃപ്പാടമാക്കിയതാണ്. ഇതല്ലാത്ത ഞാൻ സൂചിപ്പിച്ച മറ്റു രൂപങ്ങളും ചെറിയ വ്യത്യാസത്തോടു കൂടി ഹദീസുകളിൽ വന്നിട്ടുണ്ട്. ഏതെങ്കിലും ഒന്ന് മനഃപ്പാടമാക്കിക്കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മളത് ഉരുവിട്ടുകൊണ്ടേയിരിക്കണമെന്നുള്ളതാണ്. വിശുദ്ധ ഖുർആൻ നമ്മോട് കൽപ്പന ചെയ്യുമോ? ഹദീസ് ഗ്രന്ഥങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറഞ്ഞിട്ടുള്ളത് നോക്കൂ. വസല്ലു അലാ ഫഇന്ന സ്വലാത്തിക്കും തബ്ലഗൂനി ഹൈസു കുൻതുൻ. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ, ആ ഹദീസിൻ്റെ തുടക്കം എങ്ങനെയാണ്? എൻ്റെ കബറിടം നിങ്ങൾ ഉത്സവമാക്കരുത്, ഈദാക്കരുത്, ഉറൂസിൻ്റെ സ്ഥലമാക്കരുത് എന്ന് പറഞ്ഞതിന് ശേഷം അള്ളാഹിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ എന്താ അറിയോ? എൻ്റെ മേൽ സ്വലാത്ത് നിങ്ങൾ ചൊല്ലുക, എൻ്റെ മേൽ നിങ്ങൾ സ്വലാത്ത് ചൊല്ലുക. നിങ്ങൾ എവിടെയാണെങ്കിലും നിങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലുന്നത് എനിക്കെത്തുന്നതാണ്. അത് പാർസലൊന്നും അയക്കേണ്ടതില്ല. നിങ്ങൾ എവിടെ വെച്ചും അള്ളാഹുവിനോട് സ്വലാത്ത് ചൊല്ലിയാൽ അത് എനിക്ക് എത്തുന്നതാണ് എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരിക. ആ സ്വലാത്ത് ചൊല്ലിയാലുള്ള ശ്രേഷ്ഠത എന്താ? ഈ സ്വലാത്ത് നമ്മൾ അധികരിപ്പിച്ചാലുള്ള ശ്രേഷ്ഠത എന്താ? ഹദീസുകൾ എടുത്ത് പരിശോധിക്കുമ്പോൾ കാണാൻ പറ്റും. അൻ അബീ ഹുറൈറത റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ സ്വല്ല അലാ വാഹിദത്തിൻ സ്വല്ലല്ലാഹു അലൈഹി അശറ. എൻ്റെ പേരിൽ നിങ്ങൾ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് വേണ്ടി 10 സ്വലാത്ത് ചൊല്ലുന്നതാണ്. അത്ര പ്രതിഫലം അല്ലാഹു നിങ്ങൾക്ക് നൽകുന്നതാണ് എന്ന്. ഒരു സ്വലാത്ത് ചൊല്ലിയാൽ 10 എണ്ണം. ഇനി ആലോചിക്കാം, നമ്മൾ എത്ര ചൊല്ലിയാൽ എത്രമാത്രം അതിൻ്റെ ശ്രേഷ്ഠത കിട്ടുമെന്ന് ഈ ഹദീസിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. അതുകൊണ്ട് അല്ലാഹു അവന് വേണ്ടി 10 സ്വലാത്ത് ചൊല്ലുമെന്ന് വളരെ പ്രശംസിച്ച് പറയുന്നതാണ്. അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്ത് വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കണം. നമ്മൾ മറ്റുള്ള ആളുകളെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യും? മുസ്ലിങ്ങൾക്കിടയിലുള്ള ആളുകൾ സ്വലാത്ത് വല്ലാതെ ചൊല്ലുമ്പോൾ അത് ബിദ്അത്താണ് എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ, പക്ഷെ പ്രവാചകൻ പഠിപ്പിച്ച സ്വലാത്തിന് പ്രത്യേക സമയമോ സന്ദർഭമോ ഒന്നുമില്ല. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ അതുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം. നമ്മുടെ ജീവിതത്തിൽ അതുണ്ടോ? നമ്മൾ മറ്റൊരാളെ അത് ബിദ്അത്താണ്, അത് ആ സമയത്ത് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ ആ സ്വലാത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എൻ്റെ പേരിൽ നിങ്ങൾക്ക് എപ്പോഴും സ്വലാത്ത് ചെല്ലാമെന്ന് പറഞ്ഞത് ഞാൻ എൻ്റെ ജീവിതത്തിൽ പകർത്തുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അപ്പോഴാണ് നമ്മൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് പറയാൻ നമുക്ക് കഴിയുക. അതല്ലാതെ എൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഞാൻ ഇഷ്ടപ്പെടുന്നു എന്ന് വാക്കുകൊണ്ട് മാത്രം പറഞ്ഞാൽ പോരാ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയിലൂടെ, ജീവിതത്തിലൂടെ മുന്നോട്ട് പോകുമ്പോഴേ ഞാൻ പ്രവാചകനെ ഇഷ്ടപ്പെടുന്നു എന്ന് പറയുവാൻ എനിക്ക് അർഹതയുള്ളൂ എന്ന് നമ്മൾ തിരിച്ചറിയണം. അവിടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ളത്. 10 നന്മകൾ അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ് 10 നന്മകൾ രേഖപ്പെടുത്തി വെക്കും. മറ്റൊരു ഹദീസിൽ കാണാൻ പറ്റും, മൻ സ്വല്ല അലൈക മിൻ ഉമ്മതിക സ്വലാത്തൻ കതബല്ലാഹു ലഹു ബിഹാ 10 ഹസനാത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാ 10 നന്മകൾ അവന് വേണ്ടി രേഖപ്പെടുത്തി വെക്കും. അതും മാത്രമല്ല 10 തിന്മകൾ അവന്റെ ജീവിതത്തിൽ അള്ളാഹു മായ്ക്കപ്പെടും. ഒരു സ്വലാത്ത് ചെല്ലുമ്പോൾ അള്ളാഹു നമുക്ക് നൽകുന്ന കൂലി അതെ. നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്. ഒരു സ്വലാത്ത് നമ്മൾ എത്ര സമയം വേണം നമ്മളൊന്ന് ആലോചിച്ചാൽ മതി. എത്ര സമയം വേണം നമ്മൾ ആലോചിച്ചാൽ മതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ 10 പദവികളും അവന് വേണ്ടി ഉയർത്തപ്പെടും. ഒരു ഹദീസിൽ വന്ന റിപ്പോർട്ട് അതൊക്കെ നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്. വറഫഅ ലഹു 10 ദറജാത്തിൻ, 10 പദവികൾ അവന് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ഉയർത്തപ്പെടുമെന്ന് അഷ്റഫുൽ ഹൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരാം. അതുമാത്രമല്ല പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖിയാമത്ത് നാളിൽ പ്രവാചകന്റെ സാമീപ്യം ലഭിക്കുന്നവർ ആരായിരിക്കുമെന്ന് ചോദിച്ചപ്പോൾ ഔലൻ നാസി ബി യൗമൽ ഖിയാമത്തി അക്സറുഹും അലസ്വലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അന്ത്യനാളിൽ എന്നോട് ഏറ്റവും അടുപ്പമുള്ളവൻ എൻ്റെ മേൽ കൂടുതൽ സ്വലാത്ത് ചൊല്ലിയവരായിരിക്കും. അള്ളാഹുവിനോട് ഏറ്റവും അടുപ്പമുള്ളവർ എനിക്ക് വേണ്ടി ആരാണോ കൂടുതൽ സ്വലാത്ത് ചൊല്ലിയത് അവരായിരിക്കുമെന്ന്
അന്തിമ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു. ഇനി അതിൻ്റെ ശ്രേഷ്ഠത വിശദീകരിക്കേണ്ടല്ലോ. അത്രമാത്രം ശ്രേഷ്ഠതയും പ്രതിഫലവും ഉണ്ടായതുകൊണ്ട് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി സ്വലാത്ത് ചൊല്ലുവാൻ വേണ്ടി വിശുദ്ധ ഖുർആനിൻ്റെ കൽപ്പന നമുക്ക് വന്നിട്ടുണ്ട്. ആ കൽപ്പന നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുക എന്നുള്ളതാണ് പ്രവാചകനോടുള്ള ഹുബ്ബ് എന്ന് നമ്മൾ തിരിച്ചറിയണം. നമ്മൾ ആലോചിച്ച് നോക്കൂ, നമ്മളൊക്കെ നമസ്കാരത്തിൽ അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് കേൾക്കുമ്പോൾ നമ്മളൊക്കെ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് അല്ലെങ്കിൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലും. അതുപോലെ തന്നെ നമ്മൾ പള്ളിയിൽ പ്രവേശിക്കുമ്പോൾ നമ്മളൊക്കെ ചൊല്ലുന്ന പ്രാർത്ഥന ഉണ്ടല്ലോ. പള്ളിയിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മൾ ചൊല്ലുന്ന പ്രാർത്ഥന എന്താ? അല്ലാഹുമ്മ ഇഫ്തഹ് ലി അബ്വാബ റഹ്മതിക. ഹദീസിൽ അത്രമാത്രമല്ല വന്നിട്ടുള്ളത്. ഹദീസിൽ കാണാൻ പറ്റുക ബിസ്മില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് അല്ലാഹുമ്മ ഇഫ്തഹ് ലി അബ്വാബ റഹ്മതിക. പള്ളിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴോ അവിടെയും വന്നു ഹദീസുകളിൽ ബിസ്മില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിൻ ഫളലിക. അവിടെയൊക്കെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് സ്വലാത്ത് ചെല്ലാൻ വേണ്ടിയിട്ട് അവിടെ പ്രത്യേകമായിക്കൊണ്ട് കൽപ്പിക്കപ്പെട്ടു. നമസ്കാരത്തിൽ എടുത്ത് പരിശോധിച്ച് നോക്കൂ, ഇടയിലുള്ള ഇരുത്തം 4 റക്അത്തിന് 2 റക്അത്തിന് ഇടയിലുള്ള ഇരുത്തമുണ്ടല്ലോ, അവിടെ അത്തഹിയാത്ത് മാത്രം പോരാ, അവിടെയും നബിയുടെ പേര് സ്വലാത്ത് ചെല്ലാൻ വേണ്ടി കൽപ്പിക്കപ്പെട്ടു. അവസാനത്തെ ഇരുത്തത്തിലും തശഹുദിലും പറഞ്ഞു, അവിടെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ നിങ്ങൾ എന്ത് ചെയ്യണം? സ്വലാത്ത് ചെല്ലണം. മാതാപിതാക്കളെ, രക്ഷിതാക്കളെ, നമ്മുടെ കുട്ടികൾക്ക് സ്വലാത്ത് അറിയാൻ നമ്മൾ ചൊല്ലി നോക്കണം, അവരോട് ചൊല്ലിപ്പിക്കണം, നമ്മൾ അവർക്ക് ചൊല്ലിക്കൊടുക്കണം. നമ്മൾ അത്ര ശ്രേഷ്ഠതയോടുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്ത് ചെല്ലുന്നതിനെ ഹദീസുകളൊക്കെ നമുക്ക് പഠിപ്പിച്ചു തരുമ്പോൾ നമ്മൾ നിസാരമായിക്കൊണ്ട് കാണേണ്ടതല്ല. അതുമാത്രമല്ല, നമ്മൾ ആലോചിച്ച് നോക്കൂ, മയ്യത്ത് നമസ്കാരത്തിന് 4 തക്ബീറുകളാണ് ഉള്ളത്. അതിൽ 2ാമത്തെ തക്ബീറിൽ നമ്മൾ ചൊല്ലുന്നെന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിലുള്ള സ്വലാത്താ. ഓരോന്ന് എടുത്തു നോക്കൂ. നമ്മുടെ ജീവിതത്തിൽ ഒരു ദുആ ആരംഭിക്കുമ്പോൾ നമ്മളൊക്കെ നമസ്കാര ശേഷം അള്ളാഹുവിനോട് കൈ ഉയർത്തിയും ഉയർത്താതെയൊക്കെ പ്രാർത്ഥിക്കല്ലോ. ആ പ്രാർത്ഥിക്കുന്നതിന് തൊട്ട് മുമ്പായിക്കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഹദീസുകളിൽ വന്നിട്ടുള്ളത് ഇദാ സ്വല്ല അഹദുക്കും ഫൽയബ്ദഅ ബിതഹ്മീദില്ലാഹ് വസലാഇല്ലാഹ്. നിങ്ങൾ അല്ലാഹുവിനെ സ്തുതിക്കണം, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അല്ലെങ്കിൽ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് എന്ന് ചൊല്ലുക. എന്നിട്ട് നബിയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുക. എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ ആവശ്യങ്ങൾ അല്ലാഹുവിനോട് പറയാ. ഇതൊക്കെ ഹദീസുകളിൽ വന്നിട്ടുള്ളതാ. അവിടെയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുവാൻ വേണ്ടി ഒരുപാട് ഹദീസുകൾ ഇത്തരം നമുക്ക് കാണാൻ പറ്റും. ഇത് നമ്മൾ ആലോചിച്ച് നോക്കൂ, ബാങ്ക് കേൾക്കുന്നവരാ നമ്മളൊക്കെ. ആ ബാങ്കിന് ശേഷമുള്ള പ്രാർത്ഥന ചൊല്ലുന്നതിന് മുമ്പും അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ സമയത്തുൽ മുഅദ്ദിന ഫഖൂലു മിസ്ല മാ യഖൂൽ. നിങ്ങൾ മുഅദ്ദിൻ പറയുന്നത് പോലെ ശ്രദ്ധാപൂർവം നിങ്ങൾ അത് കേട്ട് അത് ചൊല്ലണം. എന്നിട്ടോ ആ ബാങ്ക് വിളി കഴിഞ്ഞാൽ സുമ്മ സ്വല്ലൂ, ബാങ്കിന് ശേഷമുള്ള പ്രാർത്ഥന ചൊല്ലുന്നതിന് മുമ്പ് നിങ്ങൾ എന്ത് ചെയ്യണം? എൻ്റെ പേരിൽ നിങ്ങൾ സ്വലാത്ത് ചൊല്ലണം. എന്നിട്ടാണ് നിങ്ങൾ എന്ത് ചൊല്ലേണ്ടത്? ബാങ്കിന് ശേഷമുള്ള പ്രാർത്ഥന ചൊല്ലേണ്ടത് എന്ന് ഹദീസുകൾ കൂടി ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ കൂടി നമുക്ക് വിശദീകരിച്ചു തരിക. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ജനങ്ങൾ ഒരുമിച്ച് കൂടുന്ന സരസിൽ പോലും ഒരു ഖുതുബ അല്ലെങ്കിൽ പ്രസംഗവേദികൾ അല്ലെങ്കിൽ ക്ലാസുകൾ, ഇതിൻ്റെയൊക്കെ തുടക്കത്തിൽ നമ്മൾ എടുത്ത് പരിശോധിച്ച് നോക്കൂ. അവിടെയൊക്കെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരില്ല സ്വലാത്ത് ചൊല്ലിക്കൊണ്ടാണ് അവിടെയൊക്കെ എന്തുന്നത് ആ ക്ലാസുകളും സദസ്സുകളൊക്കെ ആരംഭിക്കുന്നത്. അതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ കൂടി നമുക്ക് കാണാൻ പറ്റും. വലം യുസല്ലു അലാ നബിയ്യിഹിം ഇല്ലാ കാന അലൈഹിം തിറതൻ ഫഇൻ ശാഅ അദാബഹും വഇൻ ശാഅ അഫറ ലഹും. അള്ളാഹു അങ്ങനെ പ്രാർത്ഥിക്കുന്നവർക്ക് അള്ളാഹുവിൻ്റെ അവരുടെ പാപങ്ങൾ പൊറുക്കപ്പെടുകയും ചെയ്യുമെന്ന് ഹദീസുകളിൽ നമുക്ക് പഠിപ്പിച്ചു തരിക. ശാന്തിയുടെ മലക്കുകൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കുമെന്നൊക്കെ ഹദീസ് ഗ്രന്ഥങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ പറ്റും. അള്ളാഹിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒന്നുകൂടി പറഞ്ഞു, അൽ ബഖീലുല്ലദീ മൻ ദുകിർതു ഇൻദ ഫലം യുസല്ലി അലയ്യ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, എൻ്റെ പേര് ഒരാൾ കേൾക്കുമ്പോൾ അയാൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ അവൻ പിശുക്കനാണ് എന്നും പറഞ്ഞു. ഇത്ര ഗൗരവത്തോടു കൂടി ഈ വിഷയം സൂചിപ്പിച്ചെന്നെ
പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് കേൾക്കുമ്പോൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന് പറയാൻ നമുക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ അവൻ ബഖിലനാണ് എന്ന്. ഇനിയോ ഒന്നുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ നസിയ സ്വലാത അലാ ഖതീഅ ത്വരീഖൽ ജന്ന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എൻ്റെ മേൽ സ്വലാത്ത് മറന്നു പോകുന്നവൻ സ്വർഗത്തിലേക്കുള്ള വഴിയിൽ പിഴവ് സംഭവിച്ചവനാണ്. സ്വർഗത്തിലേക്കുള്ള വഴിയിൽ പിഴവ് സംഭവിച്ചവനാണ് എന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരാം. ഒന്നുകൂടി ഹദീസുകൾ എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ പറ്റും. സഇമ അൻഫു റജുലിൻ ദുകിർതു ഇൻദ ഫലം യുസല്ലി അലൈഹി. ഏതൊരുക്കൻ്റെ അടുക്കൽ എന്നെ കുറിച്ച് പറയപ്പെടുകയും എന്നിട്ട് എൻ്റെ മേൽ അവൻ സ്വലാത്ത് ചൊല്ലാതിരിക്കുകയും ചെയ്താൽ അവൻ നശിക്കട്ടെ എന്ന്. അള്ളാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. നമ്മൾ പ്രവാചകനെ ഇഷ്ടപ്പെടുക. നമ്മുടെ നാട്ടിൽ നബിദിനവും മറ്റു കാര്യങ്ങളൊക്കെ വരുമ്പോൾ റോഡ് ബ്ലോക്കാക്കിക്കൊണ്ട് പലതും പറയുമ്പോൾ ഇത് പ്രവാചക സ്നേഹമല്ല എന്ന് പറയുമ്പോൾ പ്രവാചകനോടുള്ള സ്നേഹം എന്താണ് എന്ന് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അടയാളപ്പെടുത്തണ്ടേ? ആ പ്രവാചകന്റെ സുന്നത്തുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴല്ലേ ഞാനൊരു പ്രവാചക സ്നേഹിയാണ് എന്ന് എനിക്ക് അവകാശപ്പെടാൻ സാധിക്കുകയുള്ളൂ. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് കേൾക്കുമ്പോൾ സ്വലാത്ത് ചെല്ലാൻ, അല്ലെങ്കിൽ പ്രത്യേക ചില സന്ദർഭങ്ങളിലൊക്കെ സ്വലാത്ത് ചെല്ലാൻ അള്ളാന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചെന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കുക എന്നുള്ളതാണ് വിശ്വാസിനികളെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടത്. അതുകൊണ്ട് സ്വലാത്തിന് പ്രത്യേകമായി കൊണ്ട് എന്തില്ല, സമയമില്ല. ചില സന്ദർഭത്തിൽ ചൊല്ലാൻ വേണ്ടി പഠിപ്പിച്ചെന്നു, അല്ലാത്ത ഏത് സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിലുള്ള സ്വലാത്ത് എത്രയും ചൊല്ലാമെന്നുള്ളതാണ് ഹദീസുകളൊക്കെ എടുത്ത് പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത്. അങ്ങനെ കൂടുതൽ സ്വലാത്ത് ചൊല്ലിക്കൊണ്ട് അള്ളാഹുലേക്ക് അടുക്കുക, സ്വർഗത്തിലേക്കുള്ള വഴി നമ്മൾ തുറക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ അള്ളാഹുവിനെ അവൻ്റെ പ്രവാചകനെയൊക്കെ സ്തുതിച്ചുകൊണ്ട് അവനിലേക്ക് അടുക്കുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ജീവിതത്തിൻ്റെ നിഗല മേഖല പ്രാവർത്തികമാക്കിക്കൊണ്ട് തഖ്വയുള്ളവരായി മാറണമേ എന്നൊരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളെ മറ്റുള്ളവരുടെ വാക്കുകളേക്കാൾ വളരെ ഗൗരവപൂർവ്വം കാണുകയും അത് ജീവിതത്തിൽ നമ്മൾ കൊണ്ട് നടക്കുകയും പ്രാവർത്തികമാക്കുകയും ചെയ്യുക എന്നുള്ളതാണ് പ്രവാചകൻ്റെ സുന്നത്ത് അനുധാവനം ചെയ്യുക എന്നുള്ളത്. ആ കൂട്ടത്തിൽ സാന്ദർഭികമായി കൊണ്ട് പറയട്ടെ, വെള്ളിയാഴ്ച ദിവസം എന്നുള്ളതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചില ശ്രേഷ്ഠതകളും പ്രത്യേകതകളൊക്കെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. പള്ളിയിലേക്ക് വന്നാൽ ഏറ്റവും മുമ്പിലത്തെ സ്വപ്പ് നമ്മൾ പൂർത്തീകരിക്കുക എന്നുള്ളതാണ്. ഒരിക്കലും അവിടെയും നമ്മൾ എന്ത് ചെയ്യരുത്, മുമ്പ് വിഷയം പറഞ്ഞതുപോലെ എന്ത് ചെയ്യരുത്, നമ്മൾ ഒരു ലജ്ജ കാണിക്കരുത്. മുൻപത്തെ സ്വപ്പിലേക്ക് കയറുന്നേക്കും. മുമ്പത്തെ സ്വപ്പിന് ശ്രേഷ്ഠത ഉണ്ട്. ആ ശ്രേഷ്ഠത നമ്മൾ മനസ്സിലാക്കുക. ഇമാമ് മിമ്പറിൽ കയറുന്നതിന് മുമ്പ് പള്ളിയിൽ വന്നാൽ അവൻ അന്നത്തെ ഖുതുബ മലക്കുകൾ രേഖപ്പെടുത്തി വെക്കുള്ളൂ. നമുക്കൊക്കെ അറിയാം, ചിലർക്ക് യാത്രാ സാഹചര്യങ്ങളും ജോലി പ്രയാസങ്ങളൊക്കെ ഉള്ള ആളുകളുണ്ടാകും. പരമാവധി നമ്മൾ നമസ്കാരത്തിന് അഥവാ ഇമാം മിമ്പറിൽ കയറുന്നതിന് മുമ്പിൽ തന്നെ നമ്മുടെ അന്നത്തെ ഖുതുബ നമുക്ക്, അല്ലെങ്കിൽ അന്നത്തെ ആ നന്മ നമുക്ക് കിട്ടിയെന്ന് ഉറപ്പ് വരുത്താൻ നമുക്ക് സാധിക്കണം. നമ്മൾ നഷ്ടപ്പെടുന്നത്, പ്രവാചകനെ ഇഷ്ടപ്പെടുന്നു, സ്നേഹിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ ആ പ്രവാചകൻ്റെ ചര്യ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണമല്ലോ കൂട്ടരെ. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, വെള്ളിയാഴ്ച ദിവസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് സാന്ദർഭികമായിക്കൊണ്ട് സൂചിപ്പിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഹുബ്ബ് ചെയ്യുന്നവരാണ്, ഇഷ്ടപ്പെടുന്നവരാണ് സ്വഹാബാക്കൾ എന്നൊക്കെ പറഞ്ഞതും ആ സ്വഹാബാക്കൾ പ്രവാചകൻ അനുധാവനം ചെയ്ത ഓരോ കാര്യങ്ങളിൽ നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകുക എന്നുള്ളതാണ്. ഇസ്ലാമിക ചരിത്രത്തിൽ എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ പറ്റും. ഉഹദ് യുദ്ധത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വധിക്കപ്പെട്ടു എന്നുള്ളൊരു കിംവദന്തി ശത്രുക്കൾ പരത്തി. ഒരു കിംവദന്തി നടത്തി, പ്രവാചകൻ വധിക്കപ്പെട്ടു. അപ്പോൾ മുസ്ലിങ്ങളുടെ കൂട്ടത്തിലെ ചില സഹാബാക്കളൊക്കെ എന്ത് ആയുധം ഇട്ടിട്ട് എന്ത് ചെയ്ത് തിരിച്ചു പോകാൻ നിന്ന്, പ്രവാചകൻ മരണപ്പെട്ടല്ലോ, ഇനി എന്തിനാ നമ്മൾ യുദ്ധം ചെയ്യുന്നത് എന്ന അർത്ഥത്തിൽ. അങ്ങനെ അവരുടെ കൂട്ടത്തിൽ നിന്നൊരു സഹാബി ഉറക്കനെ വിളിച്ചു പറയുന്നുണ്ട്, എന്ത്, പ്രവാചകൻ മരണപ്പെട്ടിട്ടില്ല, പ്രവാചകൻ നമ്മുടെ കൂടെ തന്നെയുണ്ട്.
അങ്ങനെ ചില സഹാബാക്കളൊക്കെ നിന്ന് തിരിച്ചു വരുന്ന രംഗമൊക്കെ കാണാൻ പറ്റും. ഈ സമയത്താണ് യുദ്ധക്കളത്തിലേക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മരിച്ചു എന്ന വിവരം അറിഞ്ഞുകൊണ്ട് ഓടി കിതച്ചുകൊണ്ടൊരു സഹാബി വനിത ഓടി വരുന്നത്. അപ്പം ആരോ അദ്ദേഹത്തിനോട് പറയുന്നുണ്ട്, താങ്കളുടെ ഭർത്താവ് മരണപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം കുറച്ചുകൂടി മുന്നോട്ട് ഓടിയപ്പോൾ അത് ആ സ്ത്രീയോട് പറയുന്നുണ്ട്, താങ്കളുടെ പിതാവ് മരണപ്പെട്ടിട്ടുണ്ട്. സ്ത്രീ വീണ്ടും യുദ്ധക്കളത്തിലേക്ക് ഓടുക. അപ്പോഴും ആ സ്ത്രീയോട് ആരോ വിളിച്ചു പറയുന്നുണ്ട്, താങ്കളുടെ മകൻ മരണപ്പെട്ടിട്ടുണ്ട് എന്ന്. അപ്പോഴും ആ സ്ത്രീ ചോദിക്കുന്നത് അറിയോ, എൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് എന്തു പറ്റിയെന്നാണ്. എൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഭർത്താവും മകനും പിതാവും സഹോദരനും ഒക്കെ വധിക്കപ്പെട്ടു എന്ന വിവരം കേട്ടിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ടാണ് ആ സ്വഹാബി വനിത യുദ്ധക്കളത്തിലൂടെ പരതിക്കൊണ്ട് ഓടിക്കൊണ്ടിരിക്കുന്ന രംഗം ചരിത്രം നമുക്ക് രേഖപ്പെടുത്തി തരുന്നത്. അദ്ദേഹത്തിന് ഒരു അപകടവും സംഭവിച്ചിട്ടില്ല എന്ന് ഉറപ്പുവരുത്തിക്കൊണ്ടാണ് ആ സ്വഹാബി വനിത തിരിച്ചു പോയിട്ടുള്ളത്. നോക്കൂ നിങ്ങൾ, സ്വന്തം പിതാവ് മരണപ്പെട്ടു എന്ന് കേട്ടിട്ട് പോലും എൻ്റെ പ്രവാചകൻ എന്ത് സംഭവിച്ചു എന്ന് വെമ്പൽ കൊള്ളുന്ന സ്വഹാബി വനിതയുടെ ചരിത്രം. അവരുടെ കൂട്ടത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിപ്പുണ്ട്. പക്ഷെ നമ്മുടെ കൂട്ടത്തിൽ പ്രവാചകൻ ഇന്ന് ജീവിച്ചിരിപ്പില്ല. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? അവിടെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകൾ, പ്രവാചകൻ പഠിപ്പിച്ചു തന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കിക്കൊണ്ട് നമ്മൾ കൊണ്ടുവരിക എന്നുള്ളത് നമ്മൾ വിശുദ്ധ ഖുർആനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചിട്ടുണ്ട്. ആ കാര്യങ്ങൾ ജീവിതത്തിൻ്റെ ഭാഗമാക്കുക. പ്രത്യേകിച്ച് ഇന്ന് വെള്ളിയാഴ്ചയാണ്, സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യുക എന്നുള്ളത് സുന്നത്തായിക്കൊണ്ട് പ്രവാചകൻ പഠിപ്പിച്ചു തന്നു. നമ്മൾ നമ്മുടെ നെഞ്ചിനോട് ചേർത്ത് വെച്ചുകൊണ്ട് നമ്മൾ ആലോചിച്ച് നോക്കി, സൂറത്തുൽ കഹ്ഫ് ഞാൻ ഇന്ന് പാരായണം ചെയ്തിട്ടുണ്ടോ എന്ന് നമ്മൾ സ്വയം ചോദിക്കേണ്ട ചോദ്യമാണ്. ഞാൻ എന്നോട് ചോദിക്കേണ്ടത്, നിങ്ങൾ നിങ്ങളോട് ചോദിക്കേണ്ടതാണ്. നമ്മൾ പ്രവാചകനെ ഇഷ്ടപ്പെടുന്നു, അല്ലെങ്കിൽ നബിദിന യാത്രകളും ഘോഷയാത്രകളൊക്കെ പോകുമ്പോൾ അത് ബിദ്അത്താണ്, അല്ലെങ്കിൽ പല ഫത്വകളൊക്കെ നമ്മൾ പുറപ്പെടുവിപ്പിക്കുമ്പോൾ ആ പ്രവാചകനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ എങ്ങനെ ഇഷ്ടപ്പെടുന്നു എന്ന് നമ്മളൊന്ന് സ്വയം വിചാരണ നടത്തേണ്ടതില്ല സഹോദരന്മാരെ. ഇല്ലെങ്കിൽ നാളെ പരലോകത്ത് ചെല്ലുമ്പോൾ, അള്ളാഹുവിൻ്റെ അടുക്കൽ ചെല്ലുമ്പോൾ ചില ആളുകളെ കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. വിശുദ്ധ ഖുർആനിൻ്റെ ആയത്ത് പ്രവാചകൻ ഓതിയല്ലോ, അൽയൗമ അക്മൽതു ലക്കും ദീനുക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കും അൽ ഇസ്ലാമ ദീന. ഇന്നേ ദിവസം നിങ്ങളുടെ ദീനിനെ നിങ്ങൾക്ക് പൂർത്തിയാക്കി തന്നിരിക്കുന്നു എന്ന് ഹജ്ജത്തുൽ വിദായിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപിച്ചു. ഇനി ആ മതത്തിലേക്ക് ഒന്നും കൂട്ടിച്ചേർക്കാനില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ജീവിച്ച സ്വഹാബാക്കൾ, ഖുലഫാഉർ റാഷിദുകൾ, അവരാരും പ്രവാചകന്റെ ജന്മദിനം കൊണ്ടാടിയിട്ടില്ല. അതിനുശേഷം വന്നിട്ടുള്ളവർ, മുളഫർ രാജാവാണ് ഈ നബിദിനം എന്നുള്ളത് കൊണ്ടുവരുന്നത്. ഇസ്ലാം ദീനിനെ സ്വഹാബാക്കളുടെ മുന്നിൽ, അവരുടെ മുന്നിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പൂർത്തിയാക്കി തന്നിരിക്കുന്നു. എന്നിട്ട് സ്വഹാബാക്കളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ബലാ യാ റസൂലുള്ളാഹ്. സ്വഹാബാക്കളോട് സ്വഹാബാക്കൾ തിരിച്ച് പ്രവാചകനോട് ചോദിക്കുന്നുണ്ട്, ഞാൻ എൻ്റെ ഉത്തരവാദിത്വം നിങ്ങൾക്ക് എത്തിച്ചു തന്നില്ലയോ എന്ന് ചോദിക്കുമ്പോൾ സ്വഹാബാക്കൾ ഒന്നടങ്കം പറയുന്നുണ്ട്, ബലാ യാ റസൂലുള്ളാഹ്. തൻ്റെ കക്ഷം കാണുമാറെ ആകാശത്തേക്ക് കൈയുയർത്തിക്കൊണ്ട് അള്ളാന്റെ പ്രവാചകൻ 3 തവണ പറയുന്നത് അല്ലാഹുമ്മ അശ്ഹദ്, പടച്ചവനെ നീയാണ് സാക്ഷി എന്ന് പറയുന്ന ആ രംഗം ചരിത്രം നമുക്ക് രേഖപ്പെടുത്തി തരുന്നുണ്ട്. അത് പൂർത്തിയാക്കി തന്നു ആ മതം. ആ മതത്തിൽ ഇനി ഒന്നില്ല കൂട്ടിച്ചേർക്കുവാനോ അല്ലെങ്കിൽ അതിൽ നിന്ന് പുറത്തേക്കാക്കുവാനോ ഒന്നുമില്ല. അതിൽ ആരെങ്കിലും മതത്തിൽ പുതുതായി കൊണ്ടുവരികയാണെങ്കിൽ അള്ളാന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നാളെ ഹൗലുൽ കൗസറിൽ വെച്ച് അവർക്ക് വെള്ളം, പാനീയം അള്ളാഹുവിന്റെ പ്രവാചകൻ അവർക്ക് നൽകുകയില്ല. ആളുകൾ വരുമെന്ന ഹദീസുകൾ എടുത്ത് പരിശോധിച്ചാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ ആട്ടുന്ന സുഹ്കൻ അവരാട്ടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, അവരെന്റെ ആളുകളാണ് പ്രവാചകരെ, അവരെന്റെ ആളുകളാണ് പ്രവാചകരെ. അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടെ വെച്ച് പറയുന്ന മറുപടി ഉണ്ട്, നിന്റെ മരണത്തിന് ശേഷം അവർ മതത്തിൽ പുതുതായി കൊണ്ട് പലതും കൂട്ടിച്ചേർത്തവരാണ് എന്ന്. അതുകൊണ്ട് സുഹ്ക എന്ന് പറയുന്ന രംഗം ഹദീസ് ഗ്രന്ഥങ്ങൾ നമുക്ക് സൂചിപ്പിച്ചു തരുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ അറിയുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ, നമ്മൾ മറ്റുള്ളവരെ വിമർശിക്കുകയും ചെയ്യുമ്പോൾ പ്രവാചകന്റെ സുന്നത്ത് എൻ്റെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം. നമ്മൾ വളരെ അടിവരയിട്ടുകൊണ്ട് പരിശോധിക്കേണ്ടതാണ്. പ്രത്യേകിച്ച് നമ്മൾ ഉടുക്കുന്ന വസ്ത്രത്തിന്റെ വിഷയത്തിൽ പോലും നെരിയാണിക്ക് താഴെ പ്രവാചകൻ പാടില്ല എന്ന് പറഞ്ഞു. എനിക്കത് സാധിക്കുന്നുണ്ടോ? നമ്മൾ പരിശോധിക്കണം. അത് ഉണ്ടെങ്കിൽ നമ്മൾ പ്രവാചകനോടുള്ള സ്നേഹമുണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അങ്ങനെ ഓരോ വിഷയങ്ങളും നമ്മൾ കണിശമായ നിലപാടോടുകൂടി
പ്രവാചകൻ എന്താണോ നമുക്ക് പഠിപ്പിച്ചത് അത് ജീവിതത്തിന്റെ ഭാഗമാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോഴേ ഞാൻ പ്രവാചകനെ സ്നേഹിക്കുന്ന ഒരു വിശ്വാസിയായി മാറിയിട്ടുള്ളൂ എന്നുള്ള ഒരു തിരിച്ചറിവോട് കൂടി നമ്മൾ മുന്നോട്ട് പോകുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ പ്രവാചകന്റെ ചര്യ അനുസരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.